ഹലോ ഗായ്സ്, ഇബ്രൂവേഴ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഓഫ് ക്യാമ്പസിന്റെ 3-ാം എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ആ കേപ്പ് കോഡ് പാർട്ടി കഴിഞ്ഞ് നമ്മുടെ ജസ്റ്റിനും ഹന്നമോളും കൂടെ പാട്ടിന്റെ കാര്യത്തിൽ ഒന്നിക്കാൻ തീരുമാനിച്ചത്. അന്ന് ബസ്സിൽ വെച്ച് ഇവർ സംസാരിക്കുന്നത് കണ്ട് നമ്മുടെ ഗ്യാരി അണ്ണന് ആകെ അസൂയയും സങ്കടവും ഒക്കെ വരുന്നത് നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്യാരി അണ്ണന്റെ ഉള്ളിൽ ഹന്നമോളോട് ഫീലിങ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ 3-ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ദി ഓർഗാസം എന്നാണ് എപ്പിസോഡിന്റെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ടാകും അല്ലേ? സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടോളൂ. വലിയൊരു ട്വിസ്റ്റ് അവസാനം കാത്തിരിപ്പുണ്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ഏതെങ്കിലും മൂവി, സീരീസ് എക്സ്പ്ലനേഷൻ വേണമെങ്കിലോ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ കമന്റ് ചെയ്യാനും മറക്കല്ലേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് രാത്രി ഹന്നമോളുടെ ഡോം റൂമാണ്. സമയം വളരെ വൈകിട്ടുണ്ട്. ഹന്നമോൾ കിടക്കയിൽ കിടന്ന് ജസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവന്റെ കൂടെ ഒരു ഹുക്കപ്പ് നടന്നാൽ അത് എങ്ങനെയായിരിക്കുമെന്ന്. അങ്ങനെ ചിന്തിച്ച് അവൾ സ്വയം തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതായത് മാസ്റ്റർബേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഗായ്സ്, എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ വീണ്ടും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇത് കണ്ട് ആകെ അവൾ ഫ്രസ്ട്രേറ്റഡ് ആയി എണീറ്റിരിക്കുകയാണ്. എന്നിട്ട് ഉള്ളിൽ വലിയൊരു പേടി തുടങ്ങുകയാണ്. എനിക്കിതിന് കഴിയുന്നില്ലേ? എന്നിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി ജസ്റ്റിന്റെ കൂടെ ആകുമ്പോൾ എനിക്കിതിന് പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത് ഹന്നമോൾ ആകെ പാനിക്കായിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഹന്നമോള് നമ്മുടെ ഗ്യാരി അണ്ണനെ ഫോണിൽ വിളിക്കുകയാണ്. അവൾ പറയുകയാണ്, എനിക്കറിയാം നമ്മൾക്ക് ഒട്ടും സമയമില്ല എന്ന്. ഫിലോസഫി ക്ലാസ്സിന് മുന്നേ ഞാൻ നിന്നെ റെഡിയാക്കാം, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. പക്ഷെ ഗ്യാരി, എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല. ഇത് കേട്ട് ഗ്യാരി അണ്ണൻ ചോദിക്കുകയാണ്, അതെന്താ, എന്തുകൊണ്ട് പറ്റില്ല? അപ്പോ ഹന്നമോൾ പറയുന്നു, എനിക്കിന്ന് ജസ്റ്റിന്റെ കൂടെ ആദ്യത്തെ സോങ് റൈറ്റിംഗ് സെക്ഷൻ ഉണ്ട് എന്ന്. ഇത് കേട്ടതും ഗ്യാരിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടലായിരുന്നു. പക്ഷേ പുള്ളി അത് ഒട്ടും പുറത്ത് കാണിക്കുന്നില്ല. ജലസാന്ന് കാണിക്കരുതല്ലോ. അപ്പോ ഹന്നമോള് ചോദിക്കുകയാണ്, ആറിയോ ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ഗ്യാരി അണ്ണൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫൈനാന്നൊക്കെ. അപ്പോ ഹന്നമോള് പറയുകയാണ്, നീ വെറും 2-3 വാക്കുകൾ മാത്രമാണ് പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. അപ്പൊ ഗ്യാരി അണ്ണൻ ഒരു ദേഷ്യപ്പെടുന്ന രീതിയിൽ, ഒന്നുമില്ല, നീ ആ ഹുക്കപ്പിന് പോകാൻ നിൽക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമേ ഉള്ളൂ എന്ന് അവളെ കളിയാക്കുന്നു. അപ്പോ ഹന്നമോള് പറയുകയാണ്, എനിക്ക് ആകെ പേടിയാകുന്നു ഗ്യാരി. അപ്പൊ ഗ്യാരി അണ്ണൻ അവളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്, നീ റെഡിയാണ്, അവന് ചിലപ്പോ അത് അറിയില്ലായിരിക്കും, പക്ഷെ നീ ശരിക്കും ഒരു റിയൽ ക്യാച്ച് ആണ്, സോ അതിൻ്റെതായ രീതിയിൽ ബിഹേവ് ചെയ്യുക, അത്രയും പറഞ്ഞ് കോള് കട്ടാക്കുന്നു. പക്ഷേ ഫോൺ താഴെ വെച്ചിട്ട് ഗ്യാരി അണ്ണൻ ആ ഫോണിലോട്ട് തന്നെ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട് ഗൈസ്. ആക്ച്വലി പുള്ളിക്ക് നല്ല തേപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഉള്ളിൽ നല്ല സങ്കടവും ഉണ്ട്. അതേസമയം നമ്മുടെ ഗ്യാരി അണ്ണന്റെ ഫ്ലാറ്റ് ഹൗസിലെ ലിവിംഗ് റൂമിൽ പുള്ളി ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ലോഗൻ ഒരു ബോക്സുമായി വരുന്നത്. ഹേയ് മാൻ, നിനക്കൊരു PR പാക്കേജ് വന്നിട്ടുണ്ട്. ലിക്വിഡ് IV എന്ന ബ്രാൻഡിന്റെ ഒരു സ്പോൺസർഷിപ്പ് പരിപാടിയാണ്. ഇത് കണ്ട് കൂടെയുള്ള ടക്കർ പറയുകയാണ്, ഡ്യൂഡ്, നീ ആ ഡീൽ അങ്ങ് സൈൻ ചെയ്യ്, ഈസി മണിയല്ലേ. പക്ഷേ ഗ്യാരി അണ്ണൻ അത് തീർത്ത് നിരസിക്കുകയാണ്. ഇതെന്റെ ഫാദറുമായി ബന്ധപ്പെട്ട ഒരു ആർട്ട് ക്യാമ്പയിനാണ്, ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യില്ല. അപ്പോ ടക്കർ വിടുന്നില്ല. കമോൺ മാൻ, ഇതൊക്കെ വെറും ബിസിനസ് അല്ലേ. ഗ്യാരി അണ്ണൻ വീണ്ടും പറയുന്നു, ഞാൻ നോ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ലോകം പറയുകയാണ്, നിന്റെ അച്ഛൻ അത്ര വലിയ മോശമാളൊന്നും അല്ലല്ലോ. ഇത് കേട്ട് ഗ്യാരി അണ്ണന് ദേഷ്യം വരുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, നിനക്കൊന്നും പുള്ളിയെ അറിയില്ല, ഒരാൾക്കും അറിയില്ല. അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ മുകളിലോട്ട് പോയി വാതിൽ വലിച്ചടയ്ക്കുകയാണ് ഗ്യാരി അണ്ണൻ. ബാക്കിയുള്ളവർ ഇവൻ എന്ത് പറ്റിയെന്ന രീതിയിൽ നോക്കി നിൽക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ഹന്നമോൾ ജസ്റ്റിന്റെ ഡോം റൂമിൽ എത്തിയിട്ടുണ്ട്. അവൾ ആകെ ആണ്. ജസ്റ്റിൻ കയ്യിലൊരു ഗിത്താറുമായി നിൽക്കുന്നുണ്ട്. ജസ്റ്റിൻ ചോദിക്കുകയാണ്, സോ നിന്റെ പാട്ട് എന്തിനെ കുറിച്ചാണ് നീ ചിന്തിക്കുമെന്ന്. അപ്പോൾ ഹന്ന പറയുന്നു, അതൊരു ലവ് സോങ് ആണ്. ആ വരികൾ നമ്മളെ ശ്രദ്ധിക്കാത്ത, നമ്മുടെ ഉള്ളം കാണാത്ത ഒരാളോട് നമുക്ക് തോന്നുന്ന പ്രണയത്തെ കുറിച്ചാണെന്ന്. ജസ്റ്റിൻ അത് കേട്ട് തലയാട്ടുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഞാൻ ആ വരികളൊന്ന് വാങ്ങിച്ചോട്ടെ എന്ന്, എനിക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന്. അവൾ സമ്മതിക്കുന്നു. ജസ്റ്റിൻ അത് വെച്ച് പുതിയ വരികൾ എഴുതാൻ തുടങ്ങുകയാണ്. ഹന്നമോൾ അവനെ തന്നെ നോക്കി ആകെ വിയർത്ത് കുളിക്കുകയാണ്. ഈ നെർവസ് കണ്ടിട്ട് ജസ്റ്റിൻ ചോദിക്കുന്നു, ആർ യു ഓക്കെ, നീ ആകെ ടെൻഷനാണല്ലോ എന്ന്. ഹന്നമോൾ പറയുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ആം ഫൈൻ, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നതിന്റെ ആണെന്ന് തോന്നുന്നു എന്ന്. ജസ്റ്റിൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, റിലാക്സ്, ഇറ്റ്സ് ജസ്റ്റ് മ്യൂസിക്. എന്നിട്ട് അവൻ ഗിറ്റാറിൽ ഒരു കിടിലൻ മെലഡി വായിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഹന്നമോൾക്ക് വല്ലാതെ ഇഷ്ടമാകുന്നുണ്ട്. അത് കൊള്ളാമെന്ന് അവൾ പറയുന്നു. ജസ്റ്റിൻ പറയുന്നു, ഞാൻ ഇതിന്റെ വരികളൊന്ന് മാറ്റിയിട്ട് നാളെ നിനക്ക് അയച്ചു തരാം. അങ്ങനെ ആ സെക്ഷൻ കഴിയുന്നു. ഹന്നമോൾക്ക് ഇപ്പോഴും മനസ്സിൽ ഒരു ഉറപ്പ്
ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ആലിയയും ഷോണിനെയുമാണ്. അവർ അപ്പാർട്ട്മെന്റിലെ ബാത്റൂമിൽ ഒരുമിച്ച് ഷവർ ചെയ്യുകയാണ്. അപ്പോൾ ആലി ഒരു സന്തോഷ വാർത്ത പറയുകയാണ്, എനിക്കിന്ന് ഒരു കിടിലൻ ന്യൂസ് കിട്ടി. ഒരു തിയേറ്റർ ഏജന്റ് എന്നെ സൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അയാൾക്ക് ലോസ് ഏഞ്ചലസിൽ നിന്നും ന്യൂയോർക്കിലൊക്കെ ഓഫീസ് ഉണ്ട്. ഇത് കേട്ട് ഷോൺ പെട്ടെന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോ വെർമോണ്ടിലോട്ട് പോകുന്ന കാര്യമോ? ആലി പറയുന്നു, വെർമോണ്ടിലോട്ട് പോകുക എന്നത് നിന്റെ പ്ലാൻ ആയിരുന്നു ഷോൺ, എന്റെ അല്ല എന്ന്. അപ്പോ ഷോൺ പറയുകയാണ്, നീ ഇതിലൊക്കെ ക്ലിക്ക് ആകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അതൊരു വലിയ റിസ്ക് ആണ്. അതിനേക്കാളും നല്ലത് നമുക്ക് വെർമോണ്ടിൽ പോയി ഒരുമിച്ച് ജീവിക്കാം. നിനക്ക് അവിടെ സമ്മർ സ്റ്റോക്ക് നാടകങ്ങളൊക്കെ ചെയ്യാമല്ലോ. ആലി ചോദിക്കുന്നു, സമ്മറിൽ നാടകം ചെയ്യാം, അപ്പോൾ ബാക്കി സമയത്തോ? അപ്പോൾ ഷോൺ പറയുന്നു, ഒരു ഡയലോഗ് ഉണ്ട്, നീ ഈ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ വളർന്ന് പുറത്തു വരുമെന്നാണ് ഞാൻ കരുതിയത്. ആലി അവന് ഒരു പുച്ഛം ആലിയോടുണ്ട്. ഇത് കേട്ടപ്പോൾ ആലിക്ക് ശരിക്കും വലിയൊരു ഞെട്ടലായിരുന്നു. എന്തിൽ നിന്ന് പുറത്തു വരാൻ? എന്റെ സ്വന്തം സ്വപ്നങ്ങളിൽ നിന്നോ? അവൾക്ക് ദേഷ്യവും സങ്കടവും വരുന്നു. ഷോൺ അത് മാറ്റി പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. അവൾ ഷവറിൽ നിന്നിറങ്ങി ടവൽ ചുറ്റി അവിടെ നിന്ന് പോവുകയാണ്. ഷോൺ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. ശരിക്കും ഷോൺ എന്ന ക്യാരക്ടർ എത്രത്തോളം ടോക്സിക് ആണെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്ത സീനിൽ ഹന്ന മോൾ തന്റെ സൈക്കിളിൽ ഗ്യാരി അണ്ണന്റെ വീട്ടിലോട്ട് പോവുകയാണ്. വഴിയിൽ വെച്ച് ലോഗൻ അവളെ കാണുന്നു. ഹേ ഹന്ന, ലോഗൻ ചോദിക്കുകയാണ്, നിന്റെ കാറിന് എന്ത് പറ്റി? ഹന്ന മോൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു, നിനക്കതെങ്ങനെ അറിയാം? അപ്പോൾ ലോഗൻ ഒരു രഹസ്യം പറയുകയാണ്, നിന്റെ ഫ്രഷ്മാൻ ഇയറിൽ ആ കാറ് കേടായപ്പോൾ എന്റെ ഫാമിലിയുടെ ഗ്യാരേജിൽ വെച്ചാണ് അത് നന്നാക്കി തന്നത് ഞാനാണ്. ഹന്ന മോൾ ശരിക്കും ഞെട്ടുന്നു, അത് നീയായിരുന്നു? അവൾ പറയുന്നു, ആ കാറ് കുറച്ച് നാൾ മുമ്പ് പണി മുടക്കി. ലോഗൻ അപ്പോൾ പറയുകയാണ്, നിന്റെ സൈക്കിളിന് എന്തെങ്കിലും ടൂണപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ക്യാമ്പസിൽ ചെറിയ പണികളൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹന്ന മോൾക്ക് അതിശയമാണ്. കാരണം ലോഗൻ ഒരു ഹോക്കി പ്ലെയർ ആണ്. അവൾ പറയുന്നു, ഞാൻ കുറഞ്ഞ ശമ്പളത്തിന് 3 ജോലി വരെ ചെയ്യുന്നുണ്ട്. പക്ഷെ നീ ഹോക്കി പ്ലെയർ അല്ലേ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടല്ലേ എല്ലാം കിട്ടുന്നത്? ലോഗൻ പറയുന്നു, സ്കോളർഷിപ്പ് പൈസയ്ക്ക് ഒരു പരിധിയുണ്ട് ഹന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാരിയെ പോലെ ആകാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട് ഹന്നമോൾ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് സൈക്കിളിൽ പോകുന്നു. ലോഗൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ലോഗൻ അണ്ണൻ കാഴ്ചയിൽ ഒരു പരിക്കനാണെങ്കിലും പുള്ളി ഒരു പാവമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അങ്ങനെ ഹന്ന മോൾ ഗ്യാരി അണ്ണന്റെ ഫ്ലാറ്റ് ഹൗസിലെത്തുന്നു. നേരെ മുകളിൽ പോയി ഡോറിൽ മുട്ടിയിട്ട് ആരും തുറക്കാത്തതുകൊണ്ട് അവൾ ഡോർ തുറന്ന് അകത്തേട്ട് കയറുകയാണ്. അവിടെ വലിയൊരു ട്വിസ്റ്റ്, നമ്മുടെ ഗ്യാരി അണ്ണൻ സോയി എന്ന് പേരുള്ള വേറൊരു പെണ്ണിന്റെ കൂടെ ബെഡിൽ ഇരിക്കുകയാണ്. ഇത് കണ്ടതും ഹന്ന മോൾ ആകെ ഫ്രീസായി പോയി. ഓ ഐ എം സോറി, ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ നോക്കുന്നു. ഗ്യാരി അണ്ണൻ എഴുന്നേറ്റ് വന്ന്, ഹന്ന നീയാണല്ലോ പഠിക്കുന്ന സമയം മാറ്റിയത്. അവൾ പറയുന്നു, എനിക്കറിയാം, ഞാൻ വെറുതെ. അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവൾ തിരിഞ്ഞു നടക്കുന്നു. ഗ്യാരി അണ്ണൻ പുറകെ വന്ന് വിളിക്കുന്നു, ഹന്ന വെയിറ്റ്. ഹന്ന മോൾക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. അവൾ പറയുന്നു, നീ ഇതിനെ ഒട്ടും സീരിയസ് ആയി എടുക്കുന്നില്ല ഗ്യാരി. ഗ്യാരി അണ്ണൻ പറയുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു, എന്റെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി സോയി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഹന്ന മോൾ വിടുന്നില്ല. മൈൻഡ് മാറ്റാനോ? നമ്മൾ തമ്മിൽ ഒരു ഡീലുള്ളതല്ലേ ഗ്യാരി? അപ്പോ ഗ്യാരി അണ്ണനും ചോദിക്കുന്നു, നീ ജസ്റ്റിനു വേണ്ടി എന്നെ ക്യാൻസൽ ചെയ്തില്ലേ? ഹന്ന മോൾ പറയുന്നു, അത് ഡിഫറെന്റ് ആണ്. ഗ്യാരി ചോദിക്കുന്നു, അതെങ്ങനെ ഡിഫറെന്റ് ആകും? ഇതിന് ഹന്നയ്ക്ക് ഉത്തരമില്ല. എന്നിട്ടും അവൾ പോകാൻ തുടങ്ങുമ്പോൾ ഗ്യാരി അവളോട് ഒരു സംശയം ചോദിക്കുകയാണ്. ഹന്നയ്ക്ക് അത്ര ദേഷ്യമുണ്ടെങ്കിലും ഹന്ന അവിടെ നിന്ന് ഗ്യാരിക്ക് ആ സംശയം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഒരു വീഡിയോയും അയക്കാമെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അവൾ വീണ്ടും പോകാൻ തിരിയുമ്പോൾ ഗ്യാരി അണ്ണൻ പറയുന്നു, നിനക്ക് വീണ്ടും അകത്തേട്ട് വരാമോ എന്ന്. എനിക്ക് ചെറിയ അബദ്ധം പറ്റി. ഹന്ന മോൾ പുച്ഛത്തോടെ പറയുന്നു, നിന്റെ റൂമിൽ പൂർണ്ണ നഗ്നമായൊരു പെണ്ണുണ്ട് ഗ്യാരി. ഗ്യാരി പറയുന്നു, എനിക്കൊരു 5 മിനിറ്റ് താ. അപ്പോഴാണ് ഹന്ന മോളുടെ ഫോണിൽ ജസ്റ്റിന്റെ മെസ്സേജ് വരുന്നത്, നിന്റെ പാട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങോട്ട് വരാമോ എന്ന്. അത് കണ്ടതും ഹന്ന മോൾ ഗ്യാരി അണ്ണനെ നോക്കി പറയുന്നു, നമുക്ക് നാളെ പഠിക്കാം ക്ലാസ്സിന് മുമ്പ് എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ഗ്യാരി അണ്ണൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി അവളെ നോക്കി നിൽക്കുകയാണ്. ഈ സീനിൽ ഗ്യാരി അണ്ണന് ഹന്ന മോളോടുള്ള പോസസീവ്നെസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഹന്ന മോൾ നേരെ തിരിച്ച് ജസ്റ്റിൻ്റെ അടുത്തേട്ട് പോവുകയാണ്. ജസ്റ്റിൻ അവനുണ്ടാക്കിയ പുതിയ വരികളും മെലഡിയും അവളെ കേൾപ്പിക്കുന്നു. ഹന്ന മോൾക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. അവളുടെ പാട്ടിൻ്റെ ഫീൽ തന്നെ അവൻ മാറ്റിക്കളഞ്ഞു. പക്ഷേ അവൾ അവൻ്റെ ഫീലിങ്സ് ഹർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊള്ളാമെന്ന് കള്ളം പറയുന്നു. അവനത് റെക്കോർഡ് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അതിനിടയിൽ ഹന്നമോൾ എന്തോ നോക്കാൻ വേണ്ടി തൻ്റെ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ ജസ്റ്റിൻ അവളുടെ സ്ക്രീൻ കാണുന്നു. അതിൽ അവൾ അവന് വേണ്ടി ഉണ്ടാക്കിയ സോങ് ഫോർ ജസ്റ്റിൻ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടായിരുന്നു. നീ എനിക്ക് വേണ്ടി പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയോ എന്ന് ജസ്റ്റിൻ ചോദിക്കുമ്പോൾ ഹന്നമോൾ ആകെ പാനിക്കാകുകയാണ്. ഏയ് അതൊന്നുമില്ല, നിനക്കിഷ്ടമാകുമെന്ന് തോന്നിയ കുറച്ച് പാട്ടുകൾ. ജസ്റ്റിൻ അവളെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, 7:30 ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൻ വേഗം പാക്ക് ചെയ്ത് പോകുന്നു. ഹന്നമോൾക്ക് ശരിക്കും ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന അവസ്ഥയായി.
അത്രയ്ക്കും ചമ്മി നാറി അവൾ അവിടെ ഇരിക്കുകയാണ്. അന്ന് രാത്രി മുഴുവൻ അവൾ ഇതിനെപ്പറ്റി മെസ്സേജ് അയക്കാൻ ടൈപ്പ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിൽ വല്ലാത്തൊരു ചമ്മലോടെ അവൾ ഉറങ്ങാൻ കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ ഫിലോസഫി ക്ലാസ്സിന് മുമ്പ് ഗ്യാരി അണ്ണനും ഹന്ന മോളും മീറ്റ് ചെയ്യുന്നു. എനിക്കിപ്പോഴും ആ 2 ട്രൂത്ത് തിയറി മനസ്സിലായിട്ടില്ല എന്ന് ഗ്യാരി അണ്ണൻ പറയുമ്പോൾ ഹന്നമോൾ പറയുന്നു, നിനക്കത് അറിയാം ഗ്യാരി, നിനക്ക് എന്തെങ്കിലും മറവി വന്നാൽ നീ എന്നെ നോക്കിയാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ക്ലാസ് തുടങ്ങി. പ്രൊഫസർ ഗ്യാരിനോട് ചോദിക്കുകയാണ്, മിസ്റ്റർ ഗ്രഹാം, ഒരാളെ ഗോസ്റ്റ് ചെയ്യുന്നത് കീർഗാർഡിൻ്റെ തിയറി പ്രകാരം മോറലാണോ അതോ ഇമ്മോറലാണോ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന്. ഗ്യാരി അണ്ണനാണ് എഴുന്നേറ്റ് നിന്ന് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ഹന്നമോളെ ഒന്ന് നോക്കുന്നു. എന്നിട്ട് തകർപ്പനൊരു മറുപടി കൊടുക്കുകയും ചെയ്യുകയാണ്. കീർഗാർഡ്സിൻ്റെ അഭിപ്രായത്തിൽ സത്യം സബ്ജക്റ്റീവാണ്. ഓരോരുത്തരും അവരുടേതായ സത്യം കണ്ടെത്തുന്നു. അതുകൊണ്ട് ഗോസ്റ്റ് ചെയ്യുന്നത് ഇമ്മോറലാണ്. കാരണം നിങ്ങൾ ഒരാളെ ഗോസ്റ്റ് ചെയ്യുമ്പോൾ ആ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ സത്യം മനസ്സിലാക്കാനുള്ള അവരുടെ അവസരം നിങ്ങൾ നിഷേധിക്കുകയാണ്. അവരെ ഒരു മനുഷ്യനായി കാണാതെ ഒരു വസ്തുവായി കാണുകയാണ്. അത് വലിയൊരു തെറ്റാണ്. ഇത് കേട്ട് പ്രൊഫസർ ഞെട്ടിപ്പോയി. അവനെ B+ കൊടുക്കുകയാണ്. ഗ്യാരി അണ്ണൻ ഇരുന്ന് കഴിഞ്ഞ് ഹന്നമോളെ നോക്കി ചിരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി സന്തോഷം കൊണ്ട് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് ജസ്റ്റിൻ ആ വഴി വരുന്നത്. ജസ്റ്റിനെ കണ്ടതും ഹന്നമോൾക്ക് വീണ്ടും പഴയ ചമ്മൽ ഓർമ്മ വരുന്നു. അവൾ ഗ്യാരി അണ്ണനോട് ഈ പ്ലേലിസ്റ്റിൻ്റെ കാര്യം പറയുന്നു. ഇപ്പോൾ ഞാൻ അവനൊരു ഒബ്സസീവ് ഫാൻ ഗേൾ ആയതുപോലെ തോന്നും എന്ന് പറയുമ്പോൾ ഗ്യാരി അണ്ണൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, നീ അവനെ ടെക്സ്റ്റ് ചെയ്യരുത്. നീ റെസ്പെക്റ്റ് ചെയ്യാതിരുന്നാൽ അത് അവനെ നിന്റെ അടുത്തേട്ട് കൊണ്ടുവരും. എന്നെ വിശ്വസിക്ക്. ഹന്നമോൾ അത് വിശ്വസിച്ച് ഫോൺ മാറ്റിവെക്കുന്നു. എന്നിട്ട് ഗ്യാരി അണ്ണൻ അവളെ മലോൺസ് ബാറിലെ കരോക്കെ പാർട്ടിക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. തുടർന്ന് ഹന്നമോൾ ആലിയുടെ വീട്ടിൽ പോയി ഷോണുമായി വഴക്കിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അവളെ കൂട്ടി പാർട്ടിക്ക് വരുന്നു. ബാറിൽ മുഴുവൻ ടീമും ഉണ്ട്. ഹന്നമോൾ അവിടെ ചെന്നതും ജൂൾസ് അവളെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു. പക്ഷെ അവൾ പാടാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴാണ് ഗ്യാരി വന്ന് നിന്റെ ഡ്രിങ്ക്സ് ഞാൻ നോക്കിക്കോളാം, ആലിയേനെയും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത്. ഗ്യാരി അണ്ണൻ അവൾക്കൊരു പീന കൊളാഡ വാങ്ങിക്കൊടുക്കുന്നു. പറഞ്ഞ വാക്ക് പോലെ തന്നെ ഗ്യാരി അണ്ണൻ അവളുടെ ഓരോ ഡ്രിങ്ക്സിനും ഒരു ബോഡി ഗാർഡിനെ പോലെ കാവൽ നിൽക്കുകയാണ് ഗൈസ്. അവൾ പതിയെ റിലാക്സായി കുടിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ആലി വല്ലാതെ കുടിച്ച് ലേഡീസ് ബാത്റൂമിൽ പോയി അപരിചിതയായ ഒരു സ്ത്രീയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുകയാണ്. ഷോൺ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും ഹന്നമോൾ ഒരു ഹോക്കി പ്ലെയറുമായി ഫേക്ക് ഡേറ്റിങ്ങിലാണെന്നും അവൾക്ക് അവനോട് പ്രേമം തുടങ്ങിയിട്ടുണ്ടെന്നും ആലി വിളിച്ചു പറയുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ഡീൻ വരുന്നത്. ലേഡീസ് ബാത്റൂമിൽ ഡീനെ കണ്ട് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാണ്, നീ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. ആലി തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ പുതിയൊരു കണക്ഷൻ തുടങ്ങുന്നത് നമുക്ക് കാണാം. അപ്പുറത്ത് ബാറിൽ ഹന്നമോൾ ലോഗനെ കണ്ട് തൻ്റെ കാർ ശരിയാക്കി തന്നതിന് നന്ദി പറഞ്ഞ് അവനൊരു ഡ്രിങ്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. ലോഗൻ അവളെ വല്ലാതെ കൺസേൺ ആയി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹന്നമോൾ നേരെ സ്റ്റേജിൽ കയറുകയാണ്. ഫുൾ ഫിറ്റായി കോൺഫിഡൻസോടെ അവൾ വാറനിൻ്റെ ചെറിയ പൈ എന്ന പാട്ട് പാടുന്നു. പാട്ട് ഭയങ്കര ബോറാണെങ്കിലും അവൾ അത് ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് നിന്ന് നമ്മുടെ ഗ്യാരി അണ്ണൻ കണ്ണു നട്ട് അവളെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ജൂൾസ് വന്നിട്ട് പറയുകയാണ്, നീ അവളെ തന്നെ നോക്കി നിൽക്കുകയാണല്ലോ, സ്വന്തം ഫേക്ക് ഗേൾ ഫ്രണ്ടിനോട് പ്രേമം തോന്നിയ ഒരു പയ്യൻ്റെ നോട്ടമാണ് നിൻ്റേതെന്ന്. ഗ്യാരി അണ്ണൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പാട്ട് കഴിഞ്ഞ് വീഴാൻ പോയ ഹന്നമോളെ ഗ്യാരി അണ്ണൻ താങ്ങി പിടിക്കുന്നു. അങ്ങനെ അവർ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഗ്യാരി അണ്ണൻ ഡ്രൈവ് ചെയ്യുന്നു. പുറകിൽ ബോധമില്ലാതെ ഹന്നയും ആലിയും. ആലിയുടെ താക്കോൽ ബാറിൽ വെച്ച് മറന്നതുകൊണ്ട് ഗ്യാരി അണ്ണൻ അവരെ തൻ്റെ ഫ്ലാറ്റ് ഹൗസിലോട്ട് കൊണ്ടുപോകുന്നു. ആലിയെ സോഫയിൽ കിടത്തി പുതപ്പിച്ചിട്ട് അവൻ ഹന്നമോളെ അന്വേഷിച്ചു പോകുമ്പോൾ കാണുന്നത് പടവുകളിൽ അവളുടെ ഡ്രസ്സുകൾ ഊരിയിട്ടിരിക്കുന്നതാണ്. ഷർട്ട്, ജീൻസ്, സോക്സ്. അവനത് ഫോളോ ചെയ്ത് സ്വന്തം റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഹന്നമോൾ ഗ്യാരി അണ്ണൻ്റെ ബ്രയർ ഹോക്കി ജേഴ്സി മാത്രം ഇട്ട് നിൽക്കുകയാണ്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഗ്യാരി ഹന്ന എന്ന് വിളിക്കുമ്പോൾ അവൾ അവനെ അടുത്തേട്ട് വലിച്ച് കിസ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഗ്യാരി അണ്ണൻ പുറകോട്ട് മാറുന്നു. നീ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട് ഹന്ന എന്നവൻ പറയുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം എന്നവൾ പറഞ്ഞിട്ടും ഗ്യാരി അണ്ണൻ സമ്മതിക്കുന്നില്ല. അവൻ അവളെ മാന്യമായി ബെഡിൽ കിടത്തി പുതപ്പിച്ചു കൊടുത്തിട്ട് നിലത്ത് താഴെ ഒരു കാവൽക്കാരനെ പോലെ ഇരിക്കുകയാണ്. അവനും ആഗ്രഹമുണ്ടെങ്കിലും അവൾക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ അവൻ അവളെ തൊടാൻ പോലും തയ്യാറാകുന്നില്ല. ഗ്യാരി അണ്ണൻ ശരിക്കൊരു ജെന്റിൽമാനാണെന്ന് തെളിയിക്കുകയാണ് ഈ സീനിൽ. പിറ്റേന്ന് രാവിലെ ഹന്നമോൾ എഴുന്നേൽക്കുന്നു. തലവേദനയുണ്ട്. അവൾ ഫോൺ നോക്കുമ്പോൾ ജസ്റ്റിൻ്റെ മെസ്സേജ് ഉണ്ട്. റൂംമേറ്റ്സ് പോയി, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന്.
അവൾ ആ മെസ്സേജ് നോക്കിയിരിക്കുമ്പോഴാണ് നിലത്ത് ചുമരിനോട് ചാരി കിടന്നുറങ്ങുന്ന ഗ്യാരിയണ്ണനെ അവൾ കാണുന്നത്. പതിയെ എഴുന്നേറ്റ് പോയി അവൾ അവനൊരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഗ്യാരിയണ്ണൻ ചോദിക്കുകയാണ്, നിനക്ക് ഇന്നലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന്. ഹന്നമോൾ പറയുന്നു, എല്ലാം ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മുടെ ഹന്നമോൾ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നമ്മളൊട്ടും വിചാരിക്കാത്ത കാര്യം. അവൾ പറയുകയാണ്, എനിക്ക് ജസ്റ്റിൻ്റെ അടുത്തായിട്ട് പോകുന്നതിന് മുമ്പ് നീ എനിക്കൊരു ഓർഗാസം തരണം. എനിക്ക് അതിന് കഴിയുമോ എന്ന് എനിക്കറിയണം. അതെങ്ങനെയാണെന്ന് നീ എന്നെ പഠിപ്പിക്കണം. ഇത് കേട്ട് ഗ്യാരിയണ്ണൻ മാത്രമല്ല നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നു, ഇതാണ് നമ്മുടെ പുതിയ ഡീൽ. ആ ഒരു ത്രില്ലിംഗ് പോയിന്റിലാണ് നമ്മുടെ എപ്പിസോഡ് 3 അവസാനിക്കുന്നത് ഗൈസ്. അപ്പോൾ അതായിരുന്നു എപ്പിസോഡ് 3. ഹന്നമോളുടെ വിചിത്രമായ റിക്വസ്റ്റ് ഗ്യാരിയണ്ണൻ അക്സെപ്റ്റ് ചെയ്യുമോ അവളുടെ? അപ്പോൾ കഥ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.